മതിയോ ആന്റി കുറച്ച് ലെഫ്റ്റ്. മുകളിലോട്ട്. കറക്റ്റ്. ഹാപ്പി, നീ നിന്റെ പെയിന്റിംഗിൽ ശ്രദ്ധിക്കൂ. മീശ പിരിച്ചിട്ട്. ആന്റി, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ വരൂ. ശരി, ഇത് മതിയോ? ഇതെന്ത് കഷ്ടമാ, നീ വീണ്ടും പോസ് മാറ്റിയോ മീശ പിരിച്ചിട്ട്? പിന്നെ എന്ത് ചെയ്യും, രാവിലെ മുതൽ പോസ് മാറി മാറി ഞാൻ ക്ഷീണിച്ചു പോയി. ഹാപ്പി, നിന്നോട് എത്ര പറഞ്ഞിട്ടില്ല ചീറ്റിംഗ് പറ്റില്ലെന്ന്. ബബിളി, ഇനി കുറച്ച് ലെഫ്റ്റ്. ആന്റി കുറച്ച് റൈറ്റ്. കുറച്ച് ലെഫ്റ്റ്. ആന്റി നടുക്ക് വെക്കൂ ആന്റി. എനിക്ക് മതിയായി. എനിക്ക് പെയിന്റിംഗും വേണ്ട, ഒരു കുന്തവും വേണ്ട. മനുഷ്യർക്ക് എന്തറിയാം ഭൂതങ്ങളുടെ പ്രശ്നങ്ങള്. നമുക്കൊരു സെൽഫി പോലും എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനോ എത്ര വർഷമായി ഈ വീട്ടിൽ തന്നെ ഇരുന്ന് വേൾഡ് ടൂർ നടത്തുന്നു. ആർക്കറിയാം ഈ ഐഫൽ ടവർ കാണാനുള്ള ഭാഗ്യം എപ്പോഴാ ലഭിക്കും. ആന്റി സോറി, ആന്റിക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇനി ശരിക്കും ഐഫൽ ടവർ കാണാന്നേ. എന്താ മോനെ നീ പറയുന്നത്? സത്യമായിട്ടും? സത്യം. ഈ പ്രാവശ്യം സ്കൂളിൽ നിന്ന് പിക്നിക് ഞങ്ങൾ പാരീസിലാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു പാരന്റിനെ കൊണ്ടുപോകാം. അപ്പൊ ഞാൻ ആന്റിയുടെ പേര് കൊടുത്തു. പിന്നാക്കി, നീയാണെന്റെ പൊന്നു മോൻ. ഓ എന്റെ ബബിളി, നീ ഇതെന്താണ് ചെയ്യുന്നത്? പിന്നാക്കി, നീ ഒരു പ്രാവശ്യം അങ്കിളിനോട് കൂടി ചോദിക്കൂ. അങ്കിളിന് ടൂർ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ? ഒരിക്കലുമില്ല. എന്നെ അറിയാത്ത ഒരാളുടെ അടുത്തേക്കോ സ്ഥലത്തേക്കോ ഞാൻ പോവുകയില്ല. മീശ പിരിച്ചിട്ട്. അപ്പോൾ തീരുമാനമായി. ആന്റി തന്നെ വരൂ എന്റെ കൂടെ. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ആന്റി, എനിക്ക് വേണ്ടി നിക്ക്. അയ്യോ, ഈ ആന്റിയുടെ ഒരു കാര്യം. സോറി. നോക്കി നടന്നുകൂടെ? ഇത് എത്ര വലിയ ക്യൂ ആണ്. എനിക്ക് കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. അതിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ ജോലി കഴിഞ്ഞു. പിന്നാക്കി വരൂ. ഇവർ നമ്മുടെ പുറകിലായിരുന്നല്ലോ, പിന്നെങ്ങനെ ഇവർ നമ്മുടെ മുന്നിൽ വന്നു? എന്തേ ചെയ്യുന്നത് ആന്റി? ഇങ്ങനെ പോയ ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ അവസാനിക്കുമല്ലോ. സോറി, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മോനെ. അടുത്തയാൾ വരൂ. ക്ലിയർ. എനിക്ക് എന്തായി സംഭവിക്കുന്നേ? ഇവരിനി എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോന്നെ? ഇതെന്താ ഈ മിഷൻ എന്ത് പറ്റി? ഇതിലൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ആന്റി സോറി, പെട്ടുപോയല്ലോ. ഇനിയിപ്പോ എങ്ങനെ രക്ഷിക്കും? ആന്റി എല്ലാവരും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ആക്ടിങ് ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമില്ല അങ്കിൾ. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. നമസ്തേ, ഫ്ലൈറ്റിലേക്ക് സ്വാഗതം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പിനാക്കി ലെഫ്റ്റ് സൈഡിൽ വിൻഡോ സീറ്റിൽ, മിസ്സസ് സൂറി റൈറ്റ് സൈഡിൽ തേർഡ് സീറ്റിൽ ഇരുന്നോളൂ. ഫ്ലൈറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വിൻഡോ സീറ്റിൽ ഞാനിരിക്കും. എന്തിനാ നീ അങ്ങനെ ഇരിക്കും വിൻഡോ സീറ്റിൽ? ധീരു സാർ. എന്താണ്? ഞാൻ വരുന്നു. അയ്യോ, എന്താണ് ചെയ്യുന്നത്? ധീരു സാർ, ഈ ബാഗ് ഒന്ന് മേളിലേക്ക് വെക്കോ. ഞാൻ വെക്കാം. വെച്ചു. ഇതെന്താ നടക്കാൻ എങ്ങനെയാണ് ഞാനാ? എന്റെ കൈ അതിനകത്തിരിക്കുമായിരുന്നില്ലേ? വെറുതെ ചതഞ്ഞേ. നോക്കൂ, ഞാൻ പ്ലെയിനിൽ കയറിയപ്പോൾ 74 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 70 കിലോയായി. നിങ്ങൾ എന്റെ 4 കിലോ കുറച്ചു കളഞ്ഞു. ഇനി എല്ലാവരും എവിടെ വേണമെങ്കിലും പോയിരിക്കേ. ഇപ്പോഴാ സമാധാനം.
എല്ലാവരും ഇരുന്നെന്നാ തോന്നുന്നത്. ഇനി ഞാനും ഇരിക്കട്ടെ. നോക്കുമെങ്കിൽ പിനാക്കി ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അവരവിടെ അടിച്ചു പൊളിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു. രണ്ടുപേരും കൂടെ അടിച്ചു പൊളിക്കുകയാണല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും നമ്മളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന്. അങ്കിളുടെ പോകണമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാ നേരത്തെ പറയാതിരുന്നത്? ഞാൻ ഇപ്പോൾ പറയുന്നു, നമ്മൾ 3 പേരും വെക്കേഷന് പോയിരിക്കുമെന്ന്. എവിടെ? ട്രെക്കിങ്ങിനോ അതോ ബീച്ചിലോ? അതുപോലെ ഏതെങ്കിലും ഐസ് വീഴുന്ന സ്ഥലത്താണോ? പാരീസ്. പിനാക്കിയും മിസ്സിസ് സൂര്യയും ഉള്ളിടത്തേക്ക്. അവരുടെ പ്ലെയിനിന്റെ അടുത്തൂടെ പറന്നു പോകും മീശ പിരിച്ചിട്ട്. അയ്യോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? പക്ഷേ കേണലിനെ ആര് പറഞ്ഞു മനസ്സിലാക്കും? എന്നാൽ പോകാം. മിഷൻ പാരീസ്. അങ്ങനെ പ്ലെയിൻ കിട്ടി. ഈ ട്രിപ്പിന്റെ ശരിയായ രസം വേണമെങ്കിൽ പിനാക്കിയെ പ്ലെയിൻ പറപ്പിക്കുന്നത് പോലെ പറപ്പിക്കണം. മാന്യമഹജനങ്ങളെ, ഞാനാണ് ഹാപ്പി, ലോകത്തിലെ ഏറ്റവും ധൈര്യമുള്ള ഭൂതം. പിന്നെ ഏറ്റവും ധൈര്യശാലി മിൽക്ക് ഷേക്ക് കുടിക്കുന്നു. വാ, വരൂ, നമുക്കുള്ളിൽ പോയി നോക്കാം. ഇവനെന്താ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നെ. ഇവിടെ ഒന്നുമില്ലല്ലോ. എനിക്ക് തോന്നുന്നു നിന്റെ അങ്കിൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. നിങ്ങൾ എന്നെ ഇപ്പോൾ വിളിച്ചോ? മീശ പിരിച്ചിട്ട് നിങ്ങൾ വന്നോ? നിങ്ങൾ വരുന്നില്ലെന്നല്ലേ പറഞ്ഞു. സർപ്രൈസ് തരാൻ വേണ്ടി. സർപ്രൈസ്. അങ്കിൾ, ഹാപ്പിയും ഗപ്പും കൂടെ വന്നിട്ടുണ്ടോ? അവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് ആസ് എ ഫാമിലി. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. പിക്നിക്കിന്റെ കാര്യം തീരുമാനം. അയ്യോ, പ്ലെയിനിൽ ഡോഗി. ഡോഗിയോ? എവിടെ? എടാ, ദേ ഇവിടെ. അത് ശരി, ബർഗർ തന്നെയാണല്ലേ? അയ്യോ, എന്റെ ബർഗർ. രക്ഷിക്കോ. അങ്കിൾ, എഴുന്നേക്ക്, പ്ലെയിൻ ഓടിക്കട്ടെ. ദേ പിനാക്കി, അവനൊരു പണി കൊടുക്കാം. അവരൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. പക്ഷെ ഇവന്മാരിത് ഇവിടെ പോയി കിടക്കാം. നീ എവിടെ പോകുന്നു പിനാക്കി? എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാ നിന്റെ ആന്റി എക്സ്റേ മെഷീനിൽ കാണാനേ എന്ന്. എന്താന്ന് വെച്ചാൽ അവര് ഭൂതമാണ്. കണ്ടോ, അവന്റെ മുഖത്തെ ഭാവം കണ്ടാ ശരിക്കും ഭൂതമാണെന്ന് തോന്നും. എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കുമോ? അത് പിന്നെ ഞാൻ എനിക്കറിയാമായിരുന്നു നിങ്ങൾ വന്ന എന്തെങ്കിലും സംഭവിക്കുന്നു. ഇനി ഇവിടുന്ന് അനങ്ങിപ്പോ. ശരി ശരി, സമ്മതിച്ചു. എന്തെയും 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 ഐഡിയ. ഗപ്പോ, പിനാക്കി, ഞാനതാ വരുന്നു. എന്തുപറ്റി പിനാക്കി? പൈലറ്റിന് എന്തുപറ്റി? നിനക്ക് പ്ലെയിൻ ഓടിക്കാൻ അറിയോ? അറിയാം. വേഗം എന്റെ ബോഡി കയറി പ്ലെയിൻ പറത്താൻ എന്നെ സഹായിക്ക്. എന്നാലും എല്ലാവരും രക്ഷിക്കാൻ പറ്റും. ക്യാപ്റ്റൻ ഹാപ്പി, ഗോ പൈലറ്റ്. ഹാപ്പി, റെഡി ഫോർ എമർജൻസി ലാൻഡിംഗ്. Job done, Captain. എത്തിയെന്നാണ് തോന്നുന്നത്. നീ കോക്പിറ്റിൽ എന്താണ്
എന്താണ് ചെയ്തിരുന്നത്? പ്ലെയിൻ പറത്തായിരുന്നോ? Thank you, പിനാക്കി. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ എല്ലാരെയും രക്ഷിച്ചു. രക്ഷപ്പെടുത്തിയെന്നോ? എന്താ ഈ പറയുന്നത്? ഇതൊന്നും പറയല്ലേ. Don't worry, Sandhu. Now you're safe. താങ്ക് യു പിനാക്കി. ചില സാങ്കേതിക തകരാറ് മൂലം പാരീസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വിമാനത്തിന്റെ എമർജൻസി ലാൻഡിംഗ് പിനാക്കി എന്ന പേരുള്ള ഒരു മിടുക്കനായ വിദ്യാർത്ഥി ചെയ്തിരുന്നു. ഇവർക്ക് എന്താ അറിയാം? പ്ലെയിൻ ലാൻഡ് ചെയ്തത് ഈ കുട്ടിഭൂതങ്ങളുടെ സഹായത്തോടെയാണെന്ന്. സോറി ആന്റി, ഈ പ്രശ്നങ്ങൾക്കിടയിൽ ആന്റിയുടെ പാരിസ് ട്രിപ്പ് നഷ്ടമായി അല്ലേ? അത് സാരമില്ല പിനാക്കി. ആ ഒരു കാര്യത്തിന് we are sorry. അത് കുഴപ്പമില്ല കേണൽ അങ്കിൾ. അടുത്ത പ്രാവശ്യം ട്രിപ്പിന് പോകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പോകാം.